ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് തുടക്കമായി. സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്തു. നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോമൺവെൽത്ത് ഗെയിംസിൽ ജൂഡോയിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വാർത്തകൾ വിശദമായി. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതിയുടെയും കുർണൂൽ പുനരുപയോഗ ഊർജ്ജ സോണിന്റെയും ശിലാസ്ഥാപനത്തിനും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാകുന്ന യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. റവന്യൂ മന്ത്രിയുമായും ചീഫ് സെക്രട്ടറിയുമായും ജില്ലാ കളക്ടർമാരുമായും ഫോണിൽ ബന്ധപ്പെട്ടു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് റവന്യൂ മന്ത്രിയെ ചുമതലപ്പെടുത്തി. ഏത് സാഹചര്യവും നേരിടാൻ NDRFും പോലീസും സജ്ജമാണ്. പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാനും പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പല താലൂക്കുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ ഉൾപ്പെടെ ഗതാഗതം തടസ്സപ്പെട്ടു. ജില്ലയിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ നിലവിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. മലയോര മേഖലയിലേക്കുള്ള രാത്രി യാത്ര ഈ മാസം 8 വരെ നിരോധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനവും മണ്ണെടുപ്പും ഈ മാസം 6 വരെ നിരോധിച്ചിട്ടുണ്ട്. ബോട്ടുകൾ, പള്ളിയോടങ്ങൾ, വള്ളങ്ങൾ, കടത്ത് എന്നിവ രക്ഷാപ്രവർത്തനത്തിനൊഴികെ ഇറങ്ങുന്നതും ഉപയോഗിക്കുന്നതും ജില്ലയിൽ നിരോധിച്ചിരിക്കുകയാണ്. ജില്ലയിലെ പല സ്ഥലങ്ങളിലും റോഡുകളിൽ വെള്ളം കയറിയതിനാൽ ഗതാഗത സംവിധാനങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ ഉൾപ്പെടെ ഗതാഗതം തടസ്സപ്പെട്ടു. ലാഹ, വടശ്ശേരിക്കര പ്രദേശങ്ങളിൽ ഇന്ന് പുലർച്ചെയോടെ അതിശക്തമായ മഴയാണ് ലഭിച്ചത്. റാന്നി പാലത്തിന് സമീപം കടകളിലും വീടുകളിലും വെള്ളം കയറിയതിനാൽ 100-ലേറെ പേർ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. കുട്ടവഞ്ചി എത്തിച്ച് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ ശ്രമം തുടരുകയാണ്. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ഉച്ചയോടെ തെക്കൻ ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് റിപ്പോർട്ടെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 10 ഡാമുകൾ തുറന്നിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. കോട്ടയം ജില്ലയിൽ ശക്തമായ മഴ ജനജീവിതത്തെ ബാധിച്ചു. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വീടുകളിൽ വെള്ളം കയറി. കിഴക്കൻ മേഖലയിൽ കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും വീട് ഒലിച്ചുപോയി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും വ്യാപക നാശനഷ്ടം. പൂഞ്ഞാറിൽ ഉരുൾപൊട്ടലിൽ കാണാതായ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കനത്ത മഴയിൽ മീനച്ചിലാറും മണിമലയാറും കരകവിഞ്ഞു. മുണ്ടക്കയം കോസ്വേയിലും വെള്ളം കയറി. ഈരാറ്റുപേട്ട ടൗൺ, കൂട്ടിക്കൽ, കാഞ്ഞിരപ്പള്ളി, പാറത്തോട്, നടക്കൽ, മൂരിക്കോരി എന്നിവിടങ്ങൾ വെള്ളത്തിലായി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മണിമലയാറിന്റെയും മീനച്ചിലാറിന്റെയും തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് കോട്ടയം ജില്ലാ കളക്ടർ. കനത്ത മഴയിൽ സംസ്ഥാനത്ത് 3 മരണം. കോട്ടയം ജില്ലയിൽ കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്ത് റെജീന, മകൻ ജോസഫിൻ ജോണി എന്നിവർ മരിച്ചു. ഇടുക്കി അടൂർമലയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ സുമതി എന്ന സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നു. അടിമാലി കുമളി അടക്കമുള്ള ദേശീയപാതയിലും ഉൾനാടൻ റോഡുകളിലും ഗതാഗതം തടസ്സപ്പെട്ടു. പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി ഉൾപ്പെടെ മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചു. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലടക്കം ശക്തമായ മഴ തുടരുന്നു. ചാലിയം കപ്പലങ്ങാടിയിലും കടലുണ്ടിക്കടുത്തും കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റൽ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷിച്ചു. താമരശ്ശേരി ചുരത്തിലൂടെയുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വയനാട്ടിലെ വൈത്തിരി ലക്കിടി മേഖലയിലും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ തിരയിൽപ്പെട്ട് കാണാതായ 2 മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. കണ്ണൂർ ഇരിട്ടി കൂട്ടുപുഴ തൊട്ടിപ്പാലത്ത് വീടുകളിൽ വെള്ളം കയറി. വീട്ടുകാരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. കൊട്ടിയൂർ മാനന്തവാടി പാൽച്ചുരം റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മണിക്കടവ് ചപ്പാത്ത് പാലത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. അതിശക്തമായ മഴ ലഭിക്കാനിടയുള്ളതിനാൽ മലവെള്ളപ്പാച്ചിൽ, മിന്നൽ പ്രളയം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മലയോര മേഖലകളിലും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുമുള്ളവർ സാഹചര്യം വിലയിരുത്തി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ തയ്യാറാകണം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ തുടർ മുന്നറിയിപ്പുകൾ അനുസരിച്ച് അലർട്ടുകളിൽ മാറ്റം വരാനിടയുള്ളതിനാൽ ഔദ്യോഗിക അറിയിപ്പുകൾ തുടർച്ചയായി ശ്രദ്ധിക്കണമെന്ന് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ട്രോളിംഗ് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ദിനം മത്സ്യബന്ധന മേഖലയ്ക്ക് നിരാശ. മോശം കാലാവസ്ഥ തിരിച്ചടിയായി. കാലാവസ്ഥാ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഭൂരിഭാഗം ബോട്ടുകളും കടലിൽ പോയില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖലയിൽ ഇങ്ങനൊരു അനുഭവം ആദ്യമാണെന്ന് പറയാം. 52 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം സീസണിന്റെ ആദ്യ ദിനത്തിൽ ധാരാളം ചരക്കെത്തി അതിന്റെ അപാരമായ തിരക്കും ആവേശവും ലേലവിളിയും ഉയരേണ്ട ഹാർബർ പരിസരവും ലേലഹാളും ഇന്ന് ശൂന്യമാണ്. ശക്തികുളങ്ങര ഹാർബറിൽ 40ഓളം ബോട്ടുകൾ മാത്രമാണ് ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കടലിൽ പണിക്ക് പോയത്. എന്നാൽ മോശം കാലാവസ്ഥ മൂലം ഇവയ്ക്കും ഉൾക്കടലിലേക്ക് പോകാൻ സാധിച്ചില്ല. ആകെ ഒരു ബോട്ട് മാത്രമാണ് ഇന്ന് 11 മണിവരെ ശക്തികുളങ്ങര ഹാർബറിൽ ചരക്കുമായി എത്തിയത്. 2 കുട്ട കരിക്കാടിയും വളരെ ചെറിയ അളവിൽ ഏതാനുമിനം മത്സ്യങ്ങളും മാത്രമാണ് ഈ ബോട്ടിന് ലഭിച്ചത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ 2026 രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. വ്യാഴാഴ്ചയാണ് പാർലമെന്റ് ഈ ബില്ല് പാസാക്കിയത്. കർശനമായ ശിക്ഷാ നടപടികൾ ഏർപ്പെടുത്തുകയും അതിവേഗ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിന്റെ 9ാം ദിനത്തിൽ ചരിത്ര നേട്ടം കൈവരിച്ച ഇന്ത്യ. ജൂഡോയിൽ ഇന്നലെ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം നേടാനായി. ജാവലിൻ ത്രോയിൽ ഇരട്ട നേട്ടവും ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടായി. അസ്മിത ഡേ, ഹർഷ് സിംഗ് എന്നിവരാണ് ജൂഡോയിൽ സ്വർണം നേടിയത്. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര വെള്ളിയും യശ്വീർ സിംഗ് വെങ്കലവും നേടി. തേജസ്വിൻ ശങ്കർ ഡെക്കാത്ലണിൽ വെങ്കലം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി. 5 സ്വർണവും 12 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 23 മെഡലുകളുമായി ഇന്ത്യ നിലവിൽ 10ാം സ്ഥാനത്താണ്. ഓസ്ട്രേലിയയാണ് 1ാം സ്ഥാനത്ത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇന്നു മുതൽ രാജ്യവ്യാപകമായി ലോക മുലയൂട്ടൽ വാരം ആചരിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. എല്ലാ അമ്മമാർക്കും മുലയൂട്ടാനുള്ള സാഹചര്യമൊരുക്കാൻ ആരോഗ്യ പ്രവർത്തകരും സമൂഹവും മുന്നോട്ട് വരണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏകദിന ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് തുടക്കമായി. സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്തു. നടപടികൾ ഏകോപിപ്പിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോമൺവെൽത്ത് ഗെയിംസിൽ ജൂഡോയിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.